ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവഗൃഹത്തിലെ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയാസേന നീതിമാൻ പോലും രക്ഷപ്പെടുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവഗൃഹത്തിൻ്റെ അകത്ത് ദൈവസന്നിധിയിലേക്ക് വന്നാൽ പിന്നീട് ഒരു ന്യായവിധി ഉണ്ടോ? എന്താണ് ആ വാക്യങ്ങളുടെ അർത്ഥം? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്താണ് ദൈവഗൃഹത്തിലെ ന്യായവിധി. 2, നീതിമാൻ പോലും പ്രയാസേന രക്ഷപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും ഒടുവിൽ നമ്മൾ ദൈവവചനം കേട്ട് ഒരു സമർപ്പണത്തിലേക്ക് വരുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവഹിതപ്രകാരം കഷ്ടമനുഭവിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ നമ്മൾ കേൾവിക്കാരായിട്ട് ഈ മെസ്സേജ് കേട്ടിട്ട് പോകാനായിട്ടല്ല, ഒരു വലിയ സമർപ്പണത്തിലേക്ക് വരിക. സത്യത്തിൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം നമ്മുടെ തന്നെ ജീവിതവുമായിട്ട് ഒത്തിരി ചേർന്ന് പോകുന്നതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാം അവസാനിപ്പിച്ചേക്കാം, എല്ലാം നിർത്തിയേക്കാം, മതി, ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ദൈവം വിളിച്ചു എന്നൊക്കെയുള്ള ഉത്തമമായ ബോധ്യം ഉള്ളിലുണ്ട്, ദൈവം പലതും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം ഒരു ചുവടുകൾ പോലും മുമ്പോട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ ദൈവഭക്തന്മാരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പോയിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങളിലാണ് ഞാൻ മുഖവുരയിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ കിടക്കുന്നത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി, അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഒക്കെ ഗതി എന്തായിത്തീരും? അങ്ങനെയാണ് ആ വാക്യങ്ങളുടെ അർത്ഥമെന്ന് പറയുന്നത്. നമ്മൾ ആ വാക്യങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ഈ വാക്യങ്ങളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് പറയുകയുണ്ടായി. അപ്പം ആ ഒരു റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം പഠിക്കണം. നമ്മുടെ സാധാരണയുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് ദൈവവചനം പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് മനസ്സിലാകത്തക്ക നിലയിലാണ് നമ്മൾ ഓരോ ദൈവവചന ശുശ്രൂഷയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ബൈബിൾ കോളേജുകളിൽ പഠിക്കാനോ ക്രമീകൃതമായ ദൈവവചനം പഠിക്കാനോ ഒന്നും സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല. 1, സൗകര്യങ്ങളുടെ കുറവുകൾ, 2, സാഹചര്യങ്ങൾ. കാരണം ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ പോലും ധാരാളം പണം ചിലവാക്കേണ്ടതായിട്ട് വരും. അതായത് നല്ല ബൈബിൾ സ്റ്റഡികൾക്ക്, അല്ലാത്തതൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലേക്കൊക്കെ ഇതൊന്ന് എത്തട്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ എൻ്റെ തിയോളജിക്കൽ സ്റ്റഡീസിൻ്റെ സമയത്തൊക്കെ മനസ്സിലാക്കിയതും എൻ്റെ വായനയിലും പ്രാർത്ഥനയിലും മനസ്സിലാക്കിയതും ദൈവം തരുന്നതുമായ ആലോചനകളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ദിവസത്തെ ദൈവവചന സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പ്രയാസേന രക്ഷപ്പെടുന്ന നീതിമാൻ 2 കാര്യങ്ങളാണ്. ദൈവഗൃഹത്തിലെ ന്യായവിധി എന്താണ് ഇതിൻ്റെ അർത്ഥം? വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ 2 ലേഖനങ്ങളാണ് നമ്മൾ കാണുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും. ഈ ലേഖനങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് പഠിക്കാൻ. അതായത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം എഴുതുമ്പം അവർ കടന്നുപോയ സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും കഷ്ടതകളുമൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് വന്നപ്പോൾ എല്ലാം നിർത്തിയേക്കാം, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട്, അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ വാക്കുകൾ അവരോട് പറയുന്നത്. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ പറയാം. ചില സമയത്ത് നമ്മൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ അപവാദങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ എന്നൊക്കെ. കേട്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്കെതിരെ പറയുക, നമ്മൾ പറയാത്ത കാര്യങ്ങൾക്ക് അർത്ഥം കൊടുക്കുക, പറഞ്ഞു എന്ന് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുക. പിന്നെ ചിലരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ 10 കുറ്റം വന്ന് നമ്മളോട് പറയും. അപ്പം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ആ പറഞ്ഞതിനെ കൊണ്ടുവന്ന് മറ്റവരുടെ അടുത്തെത്തിക്കുക. ഇങ്ങനെയൊക്കെ
ഒരുപാട് സാഹചര്യങ്ങൾ പല വ്യക്തികളും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് ഇനി ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സകലതും നിർത്താൻ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതാണെന്നൊക്കെ ഉറപ്പാണ്, ദൈവത്തിൻ്റെ ആലോചനകളുമുണ്ട്. പക്ഷേ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ ഈ ജീവിതവുമായിട്ടൊക്കെ ഒത്തിരി ചേർന്ന് പോകുന്നതാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതികഠിനമായ പരിശോധനകളിലും പ്രയാസങ്ങളിലും ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കടന്നുപോയി. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം ദുരുപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയൊരു പുസ്തകമാണ്. രണ്ടാമത്തെ ലേഖനം നോസ്റ്റിസിസം, അങ്ങനെയൊക്കെയുള്ള കുറേ പഠിപ്പീരുകൾ, പിന്നീട് നമുക്കതിലേക്ക് പോകാം. പിന്നെ കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ, പാപത്തെ ലഘൂകരിച്ച് കാണുന്നവർ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതികഠിനമായ പരിശോധനകളിലൂടെ അവർ കടന്നുപോയി. അതായത് ആ പരിശോധനകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്, ആസിയയിലും ബിഥുന്യയിലും പെന്തോസിലുമൊക്കെ ഉള്ള വിശുദ്ധീകരണത്തിനായി, ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പം ഈ ചെതറിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസികൾ കടന്നുപോയ കഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിനെ ഒക്കെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവർ ഇറങ്ങിത്തിരിച്ചവരാണ്. പക്ഷേ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രം നിങ്ങൾ നോക്കണം. നീറോ എന്ന് പറയുന്ന ചക്രവർത്തി റോം നഗരത്തിന് തീയിട്ടതിന് ശേഷം തീയിട്ടതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആദിമ ക്രൈസ്തവരുടെ തലയിൽ കെട്ടിവെച്ചു. അതായത് ക്രൈസ്തവർ രാജ്യദ്രോഹികളാണെന്നും അവരാണിത് ചെയ്തതെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളുമൊക്കെ നടത്തി. അങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങളുടെയും അപവാദങ്ങളുടെയും പിൻബലത്തിൽ കഠിനമായ പരിശോധനകളിലും കഠിനമായ വേദനകളിലേക്കും ഒന്നാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ മാറ്റപ്പെട്ടു. ഞാനീ പറയുന്ന ഈ ആസിയിലും ബിഥുന്യയിലുമൊക്കെയുള്ള ഭക്തന്മാർ മാറ്റപ്പെട്ടു. അപ്പം അങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ ചിലരൊക്കെ ഉറച്ചു നിന്നു. എപ്പോഴും എല്ലാവരെയും കൊണ്ടും എല്ലായ്പ്പോഴും ഒരുപോലെ ഒന്നും ഉറച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല, മനുഷ്യരല്ലേ. അപ്പം അങ്ങനെ ചിലരൊക്കെ പിടിച്ചു നിന്നപ്പം ചിലർ എല്ലാം നിർത്തി അവസാനിപ്പിച്ച് ഇനി ഇത് വേണ്ട എന്ന് തീരുമാനിച്ചു. മറ്റു ചിലർ പഴയ പാപത്തിൻ്റെ പ്രവൃത്തികളിലേക്കൊക്കെ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മൾ ശരിക്കും മറ്റുള്ളവരെയൊക്കെ നമ്മൾ കുറ്റം പറയും. അതായത് അവരങ്ങനെ ചെയ്തു, അവർ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഒരുപോലെയല്ല. ചിലർ ബലഹീനരാണ്, വിശ്വാസത്തിൽ ബലഹീനരായവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്താനും അവരെ കരുതാനുമൊക്കെ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ ദൈവം ഇത് മനസ്സിലാക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ പിന്മാറിപ്പോകാതെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ദൈവഗൃഹത്തിലെ ന്യായവിധി, പ്രയാസേന രക്ഷപ്പെടുന്ന നീതിമാൻ, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ടാണ് 4-ാം അധ്യായം മുഴുവനും കഷ്ടത കഷ്ടത കഷ്ടത, ക്രിസ്തുവിൻ്റെ കഷ്ടതയ്ക്ക് പങ്കുള്ളവരാകുക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ കഷ്ടതയും മറ്റ് കഷ്ടതകളും ഉണ്ട് കേട്ടോ, അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളെയും ക്രിസ്തുവിൻ്റെ കഷ്ടതയായിട്ട് ഒരിക്കലും മാറ്റരുത്. കാരണം ഈ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവഹിതപ്രകാരമുള്ള കഷ്ടം സഹിക്കുന്നവർ, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ തങ്ങളുടെ പ്രാണനെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു ഭാഗത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടെ നമ്മൾ കാണുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഞാൻ അതിലേക്ക് പോകാം. അപ്പം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുണ്ട്. ദൈവത്തിൻ്റെ ദൈവം തരുന്ന വേദനകൾ, ദൈവം തരുന്ന ദുഃഖങ്ങൾ, ദൈവഹിതപ്രകാരമുള്ള കഷ്ടതകൾ, നമുക്കതിലേക്കൊന്ന് പോകാം. അതെന്താണെന്നും അല്ലാത്തത് എന്താണെന്നും ഒന്ന് തിരിച്ചറിയണമല്ലോ. അതും ഒന്ന് തിരിച്ചറിയാനായിട്ടൊരു ശ്രമം നമുക്ക് നടത്താം. ഓക്കെ. അപ്പം ക്രൈസ്തവർക്കെതിരെ കൊടിയ പീഡനങ്ങൾ. സത്യത്തിൽ ഈ നീറോ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ചില ദുഷ്ടലാക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം റോമിൻ്റെ തലസ്ഥാനത്തെ മറ്റൊരിടത്തേക്ക് മാറ്റാനായിട്ടാണ്
ഈ കാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. അത് പാവപ്പെട്ടവരായ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനായിട്ടുള്ള ആ ഒരു 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 ദുരുദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നു. ഇതെല്ലാം പല സമയത്ത് ഇതെല്ലാം വന്നു ചേരുന്നത് പാവപ്പെട്ട ദൈവമക്കളിലും പ്രാർത്ഥിക്കുന്നവരിലുമൊക്കെയാണ്. പക്ഷേ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും നമ്മളെ തകർക്കാനല്ല. ഇതെല്ലാം പിശാച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ, അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും വിശ്വാസം വിട്ടുപോകാനായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതൊരു ദുഃഖമായി വേദനയായിട്ടൊന്നും മാറില്ല. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടല്ലോ എന്നാണ് ആ ഭാഗം പറയുന്നത്. അപ്പം അങ്ങനെ അതാണ്. അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞ ആ 2 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? 1, നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നു. 2, ദൈവഗൃഹത്തിലെ ന്യായവിധി. ദൈവഗൃഹത്തിൽ ന്യായവിധി ഉണ്ടോ? ചിലർ ചോദിക്കും. കാരണം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്, ഇനി വെച്ചടി കയറ്റമാണ്, പിന്നെ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഒക്കെ പെരുമഴയാണ്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം തരാനുള്ളതെല്ലാം മാന്യമായിട്ട് നമുക്ക് തരികയും നമ്മളെ നടത്തുകയും എല്ലാം ചെയ്യും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ മക്കളെ ശിക്ഷിക്കില്ലേ? ശിക്ഷിക്കും. അവരെ ശാസിക്കില്ലേ? ശാസിക്കും. എന്തിനാണ് അവരെ ശാസിക്കുന്നത്? നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ചയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, എന്താണ് സത്യത്തിൽ ദൈവഗൃഹത്തിലെ ന്യായവിധി? ശ്രദ്ധിച്ച് കേൾക്കണം. 2-3 വാക്യങ്ങൾ, ഈ വാക്യങ്ങളെ തെളിയിക്കാനായിട്ട് ഞാൻ കൊണ്ടുവരികയാണ്. 1, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുന്നു, ഞാനവരെ ശിക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അപ്പോൾ കർത്താവിന് പ്രിയപ്പെട്ടവരെ ശാസിക്കുന്നു, കർത്താവിന് പ്രിയപ്പെട്ടവരെ ശിക്ഷിക്കുന്നു. എന്തിനാണ്? മാനസാന്തരപ്പെടാനായിട്ടാണ്. അതായത് ചില വേദനകളും ചില പ്രയാസങ്ങളും ദൈവം അനുവദിച്ചു തരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പനി വന്നാലും ഒരു രോഗം വന്നാലും പ്രിയരെ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ? ദൈവം അനുവദിച്ചിട്ടാണോ ഇത് വന്നത്? അതോ ഇതെന്തെങ്കിലും പൈശാചിക രോഗബന്ധനമാണോ? എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടാണോ ഇത് വന്നത്? അതോ ഞാൻ ആത്മീക സന്തോഷം അനുഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിനെതിരെ സംസാരിക്കേണ്ടതിന് വന്ന പൈശാചിക രോഗാവസ്ഥകൾ വല്ലതുമാണോ? ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പം പ്രിയമുള്ളവരെ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കളോടെന്നതുപോലെ അപ്പൻ മക്കളോടെന്നതുപോലെ മക്കളെ ശാസിക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. ബാലശിക്ഷ കൂടാതെ ഇരുന്നാൽ നിങ്ങൾ അതേ മക്കളല്ല, കൗലടയന്മാരത്രേ. ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്നാണ്. അതായത് മക്കളല്ല. ഞാൻ റോഡിൽ കൂടെ പോകുന്ന പിള്ളേരെ ഞാൻ അടിക്കാറില്ല. അവർ ചിലപ്പോൾ തെറി വിളിക്കുന്നേ കാണും, അനുസരണക്കേട് കാണും, നമ്മളവരെ അടിക്കാൻ പോകാറില്ല. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ശാസിക്കും. കാര്യം എന്താണ്? എബ്രായ ലേഖനം 12:10 ഭൂമിയിലെ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ശിക്ഷിക്കുമ്പോൾ നാമോ അവിടുത്തെ വിശുദ്ധി പ്രാപിക്കാനാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പം ദൈവഗൃഹത്തിലെ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം ലോകത്തിനുള്ള ന്യായവിധി മാത്രമല്ല, ദൈവഗൃഹത്തിലും ഒരു ന്യായവിധിയുണ്ട്. ഒരു ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്. അപ്പോസ്തലനായ പൗലോസ് പോലും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. അത് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില വാക്കുകളും ലേഖനങ്ങളും ചിലർക്ക് മുറിപ്പെടുത്തുന്നത് പോലെ തോന്നി, ചിലർക്കത് വേദനപ്പെടുത്തുന്നത് പോലെ തോന്നി. അന്നേരം ആൾക്കാർ പറയാൻ തുടങ്ങി, അയാളുടെ വാക്കുകൾ അങ്ങനെ എപ്പോഴും മുറിപ്പെടുത്തുന്നതാ, എപ്പോഴും കുറ്റപ്പെടുത്തുന്നതാ, ആ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ആ വചനം കേട്ടപ്പോൾ
ദൈവഹിതപ്രകാരം ഒരു ദുഃഖമുണ്ടായെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ആ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് ദൈവവചനം നമ്മളെ കീറും, ദൈവവചനം നമ്മളെ മുറിക്കും, ദൈവവചനം നമ്മളെ കറക്റ്റ് ചെയ്യും, കഷ്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിടന്നിട്ട് എഴുന്നേറ്റപ്പോഴാണോ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ പുറത്ത് ഭയങ്കര വേദനയും വിലക്കവുമായി. സാധാരണ അങ്ങനെയൊന്നും എനിക്കങ്ങനെ വരുന്നതല്ല, പക്ഷേ കുഴമ്പിടുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അങ്ങോട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം ഒരു 3-4 ദിവസങ്ങളിൽ രാത്രി കിടക്കാൻ പോലും ബുദ്ധിമുട്ടായി, കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയായി. പ്രാർത്ഥിച്ചു, ദൈവകൃപയാൽ അത് മാറി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വികലാംഗനാണ്, പോളിയോ വന്ന് കാല് തളർന്നു പോയ ആളാണ്. വടിയേൽ 2 കൈയും പിടിച്ചാണ് നടക്കുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 68ഓളം വയസ്സുണ്ട്. ഈ 2 തോളിനും ഭയങ്കര വേദന, നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് എൻ്റെ അപ്പൻ്റെ തോളിൽ പോയി കുഴമ്പിട്ട് കൊടുത്തു. കുഴമ്പിടാൻ ഒരു കാരണമുണ്ട്, എന്താണെന്നറിയോ? ഇതിനു മുമ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എൻ്റെ പുറത്ത് ഒരു വേദന വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ കാല് വയ്യാത്ത ഒരാൾ എങ്ങനെ നടക്കുന്നു? കണ്ടോ? അപ്പം എനിക്ക് ആ വേദന വന്നപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റി, അതിനെ ചെയ്യാൻ പറ്റി. അപ്പം പല സമയത്തും നമ്മളെ വേദനകളിലൂടെ ദൈവം കടത്തി വിടുമ്പോൾ ആ വേദനകളിലൂടെ ദൈവം ചിലതെല്ലാം നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നമ്മൾ മാറുകയാണ്. ദൈവഗൃഹത്തിലെ ന്യായവിധി എന്ന് പറയുന്നത് നാശത്തിനായിട്ടല്ല, അതൊരിക്കലും നിത്യനരകത്തിലേക്ക് തള്ളിയിടുവാനല്ല. നീതിമാനെ പോലും എന്താ പറയുന്നത്, ട്രെയിൻ ചെയ്യിപ്പിച്ച് അവനെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം വായിച്ചപ്പോൾ ഒരു ഭാഗം എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ദുർനടപ്പ് ചെയ്തൊരു മനുഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ ദുർനടപ്പിൻ്റെ പാപമെന്നുള്ളത്? 1 കൊരിന്ത്യർ 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു പഠിച്ചോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുക, ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷമുള്ള വാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. ആ വാക്യങ്ങൾ എന്താണെന്നറിയാമോ? ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് ഞാനും എൻ്റെ ആത്മാവും നിങ്ങളും ക്രിസ്തുവേശുവിൻ്റെ ശക്തിയാൽ ഒരുമിച്ച് കൂടിയിട്ട് അടുത്തത് ജഡത്തിൻ്റെ സംഹാരത്തിനായിട്ട് പിശാചിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ നാളിൽ അവൻ രക്ഷിക്കപ്പെടാൻ. എന്ത് മനസ്സിലായി പൗലോസ്? അപ്പം ശരിക്കും സഭയ്ക്കൊരു ആത്മീയ അധികാരം ദൈവം തന്നിട്ടുണ്ട്. അതായത് ഈ അച്ചടക്കത്തിൻ്റെ അടുത്തൊരു ഘട്ടമാണത്. ദൈവഗൃഹത്തിലെ ന്യായവിധിയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവഗൃഹത്തിലെ ന്യായവിധിയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ദുഷ്കർമ്മം ചെയ്തവൻ അവനൊരു പാപബോധമില്ല, അവൻ അനുതാപമില്ല, ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവൻ ഒരു തരത്തിലും കുറ്റബോധമില്ല. ഈ വചനമെല്ലാം കേട്ടിട്ട് പിന്നെയും വ്യഭിചാരത്തിലും മദ്യപാനത്തിലും ദുർനടപ്പിലും പാപപ്രകൃതിയിലും തുടർന്നു പോവുകയാണ്. ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാതെ, കുറ്റബോധമില്ലാതെ, പാപബോധമില്ലാതെ അവൻ പോകുമ്പോൾ ആ വ്യക്തി നശിക്കപ്പെടാതിരിക്കാൻ ആ വ്യക്തിയുടെ ശരീരത്തെ ജഡസംഹാരത്തിനായിട്ട് ഏൽപ്പിക്കുകയാണ്. കുത്താൻ പിശാചിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? ദൈവം തന്ന ആത്മീക അധികാരത്തോടെ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ള ആത്മീക അധികാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. എന്തിനാ? ആ വ്യക്തി നശിക്കാനല്ല. ആരോഗ്യം ഉണ്ടെങ്കിലല്ല പാപം ചെയ്യത്തുള്ളൂ. വ്യഭിചാരം ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണമല്ലോ. അതില്ലാതാക്കത്തക്കവണ്ണം ജഡസംഹാരത്തിനായി ക്രിസ്തുവിൻ്റെ നാളിൽ അവൻ രക്ഷിക്കപ്പെടേണ്ടതിന് ശിക്ഷയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇതൊക്കെ ദൈവഗൃഹത്തിലെ ന്യായവിധിയുടെ ഭാഗങ്ങളാണ്. അത്രയും വലിയൊരു എക്സ്റ്റെൻറ്റിലേക്കൊന്നും പോകാതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവഗൃഹത്തിലെ ന്യായവിധി എന്ന് പറയുന്നത്. ഇത് നശിച്ചു പോകാനല്ല, ആരും നഷ്ടപ്പെട്ടു പോകാനല്ല. നമ്മൾ പാപങ്ങളിൽ നിന്ന് നമ്മൾ ദൈവത്തിന് സ്തോത്രം, നമ്മൾ വീഴ്ചകൾ പഠിച്ച് ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടാണ്. അടുത്തത്, പ്രയാസേന രക്ഷപ്പെടുന്ന നീതിമാൻ. എന്തുകൊണ്ടാണ് നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്? ഗിരിപ്രഭാഷണ ഭാഗങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ
വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ഇപ്പം ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിൽ കണ്ടെത്തുന്നവർ പോലും ചുരുക്കമാണെന്നാണ്. സത്യമല്ലേ? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്. എല്ലാ സന്തോഷവും അനുഭവിച്ചു കൊണ്ട് പോകുന്ന വാതിലല്ല. ഈ ലോകത്തിലെ നല്ല ഭൂരിപക്ഷം ആളുകളും ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ യാത്രകൾ തുടരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ കണ്ടെത്തുന്നവർ, അതിലൂടെ പോകുന്നവരുടെ കാര്യം പോലുമല്ല യേശു കർത്താവ് പറഞ്ഞത്. കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ആ വഴി ഇടുക്കമാണ്, ഞെരുക്കമാണ്. അതിൻ്റെ അർത്ഥം, ദൈവത്തിന് സ്തോത്രം, വേദനകളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഈ മെസ്സേജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവഹിതപ്രകാരം കഷ്ടമനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 4-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. അപ്പോൾ ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടമുണ്ട്. അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുത്തുന്ന കഷ്ടതകളുണ്ട്, സമ്പാദിക്കുന്ന കഷ്ടതകളുണ്ട്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനമുണ്ട്, ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടതയുണ്ട്. ഈ കഷ്ടത ഏതാണെന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, നിരന്തരമായ മരണങ്ങൾ സംഭവിക്കുക, കുടുംബത്തിൽ ആണുങ്ങളാരും നിൽക്കുന്നില്ല, 43 മരിക്കുന്നു, 40 മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ദൈവഹിത പ്രകാരമുള്ള കഷ്ടതകളല്ല കേട്ടോ. എല്ലാത്തിനെയും നമ്മൾ അങ്ങനെ കണക്കാക്കരുത്. ഇവിടെ സുവിശേഷത്തെ പ്രതി അവർ അനുഭവിച്ച കഷ്ടതകളാണ്. ആ കഷ്ടതകളെ ഇതൊക്കെ പൈശാചികമായ മേഖലകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതിനെയൊക്കെ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി സത്യവചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് സുവിശേഷത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവകൃപയിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ ജയിക്കണം. അതൊന്നും ദൈവഹിത പ്രകാരമുള്ള കഷ്ടതകളല്ല. മനസ്സിലായോ? അതിനെ നമ്മളിന്ന് തിരിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ പോകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താ? ഒന്നുകൂടെ സമർപ്പിക്കുക. എല്ലാം നിർത്തി, എല്ലാം അവസാനിപ്പിച്ച് പോകാനായിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിലും സ്നേഹത്തോടെ ഞാൻ വചനത്തിൻ്റെ അകത്തുനിന്ന് പറയട്ടെ, നന്മ ചെയ്യുക, ദൈവകരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കൈപിടിച്ച് നമ്മളെ ഉയർത്താനും മുമ്പോട്ട് കൊണ്ടുപോകുവാനും അവിടുത്തെ കരങ്ങൾ ശക്തമാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൃഷ്ടാവായ ദൈവത്തിങ്കൽ ഞങ്ങളുടെ പ്രാണനെ സമർപ്പിക്കുകയാണ്. നന്മ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊണ്ടുവരുന്ന കഷ്ടതകൾ ദോഷത്തിനല്ല, അതിൽ നിന്നെല്ലാം ഞങ്ങൾ പഠിക്കേണ്ടുന്ന ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്നത്തെ കഷ്ടതകൾ നാളത്തെ വലിയ സാക്ഷ്യങ്ങളായി അടുത്ത നാളുകളിൽ അതിശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന നിലയിൽ ഞങ്ങളുടെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ തിരുവചന ശുശ്രൂഷകളൊക്കെ അനേകർ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി തീരുവാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദൈവതോന്നി ഉത്തരമരുളണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി.